കല വല്ലാത്തൊരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ വേദനകൾ മറന്നുകൊണ്ട് ആ കുട്ടിയുടെ പ്രകടനം, ആ കലാപ്രകടനം ഒന്ന് കാണാം നമുക്ക്. മലപ്പുലയാട്ടത്തിന്റെ റിഹേഴ്സൽ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ആ അപകടമുണ്ടായത്. ബാക്കിൽ വന്ന് തട്ടിയതാ, സൈഡിൽ ഭാര്യൻ്റെ കാലിന് വന്ന് തട്ടി. അപ്പം മോളുണ്ടായിരുന്നു ബാക്കിൽ, വൈഫും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് മറിഞ്ഞ് വീണ് പോയി, ഞങ്ങൾ മൂന്നാളും. അപ്പോൾ കാൽമേലേക്ക് വണ്ടി വീണ് കയ്യിൻ്റെ മുകളിൽ സ്ക്രാച്ച് ഒടുങ്ങി, പൊട്ടി. പിന്മാറാൻ ഷിഗി ഒരുക്കമായിരുന്നില്ല. ഇപ്പോൾ ഒരു സംഭവം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. പ്രാക്ടീസിൻ്റെ ഇടയിൽ കൂടെ ഇത് പറ്റിയേ, അപ്പോൾ പിന്നെ പിന്മാറി പോകാനുള്ളൊരിത് തോന്നിയില്ല. എന്തായാലും ഞാനൊരാൾ 12 കുട്ടികളുണ്ട് കളിക്കുമ്പോൾ, ഞാനൊരാൾ പോയാലും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ. പിന്നെ എനിക്ക് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഇതാണ്, ഹോബി പോലെയാണ്. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാൻ വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ പറ്റിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കളിക്കും. ഷിഗിയുടെ ആത്മധൈര്യം നൽകിയ ഉറപ്പിൽ കൂട്ടുകാർ നിറഞ്ഞാടി. എന്നോട് പറഞ്ഞ് അച്ഛൻ ഞാൻ കളിക്കാറുണ്ട്. അപ്പം എന്നോട് തന്നെ കുറേ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഞാനെങ്ങനെയും കളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പോയി നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ പോകുന്നതാണ്. ഓളൊരു ഉറപ്പുകൊണ്ടാണ് ഞാനും ഇതിൽ ഇത്രയും നിന്ന് പോകുന്നത്. മക്കളെന്താണോ പറയുന്നത് അതിന് താല്പര്യത്തിൽ നിൽക്കുക, അതാണല്ലോ നമ്മളെ സന്തോഷം. ഷാജു ചന്തപുരയ്ക്കൊപ്പം ഇ വി ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.